നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ കൃപയിലാണോ അതോ ജഡീക രീതിയിലാണോ ജീവിക്കുന്നത് എന്ന് തിരുവചന പ്രകാരം എങ്ങനെ അറിയാൻ കഴിയുമെന്നുള്ള ചോദ്യത്തിനുള്ള ഒരു മറുപടിയായിട്ട് ഇത്രയും നാളെ നമ്മൾ വായിച്ചതും ഈ തിരുവചനം നമ്മളോട് എന്ത് സംസാരിക്കുന്നു, സൃഷ്ടി മുതലുള്ള കാര്യത്തെക്കുറിച്ച് എന്ത് സംസാരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയ റീക്യാപ്പ് ഞാൻ എൻ്റേതായ ഭാഷയിൽ വളരെ ചെറിയ രീതിയിൽ ഒന്ന് പറയുവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ കേട്ടതിൻ്റെ ഒരു ചെറിയ റീക്യാപ്പ് പോലെ നമ്മൾ ഇപ്പം ഒരുവിധം തിരുവചനത്തിൻ്റെ ഈ ലേഖനങ്ങളുടെ അവസാന ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ അപ്പോസ്തലന്മാർ, പരിശുദ്ധാത്മാവി അപ്പോസ്തലന്മാരിലൂടെ എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന ഒന്ന് നമുക്ക് നോക്കാം. കാരണം ഇതിൻ്റെ ആദ്യം മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച്, സൃഷ്ടി മുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ദൈവ പദ്ധതി എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് ദൈവ പദ്ധതി ഇന്നതാണെന്ന് മനസ്സിലാക്കുകയും അതെൻ്റെ ആത്മാവിനും എൻ്റെ നന്മയ്ക്കായിട്ടാണ് കർത്താവ് സകലതും ചെയ്തിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുവാൻ നമ്മളിത് അറിഞ്ഞേ മതിയാവുള്ളൂ. അതിനുവേണ്ടി ചെറിയ തോതിൽ നമ്മൾക്ക് ഈ തിരുവചനത്തെ ഒന്ന് കാണാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലതും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് യോഹന്നാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ പറയുകയാണ്, ഈ കർത്താവായ യേശു ക്രിസ്തു വചനമായിരുന്നു, അത് ദൈവത്തോടു കൂടെയായിരുന്നു, അതിൽ അവൻ വെളിച്ചമായിരുന്നു, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ യോഹന്നാൻ പറഞ്ഞു വെക്കുകയാണ്. നമ്മൾക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് പോകാം. കർത്താവ് ആകാശത്തെയും ഭൂമിയും സൃഷ്ടിക്കുന്ന ഭാഗം നമ്മൾക്ക് 1-ാം അധ്യായത്തിൽ കാണാം. അതിൻ്റെ അവസാനം മനുഷ്യനെ സൃഷ്ടിക്കുന്നതും കാണാം. 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയായ ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ഈ ദൈവം മെനഞ്ഞ മണ്ണിനോ ദൈവത്തിന് അല്ലെ ഏതെങ്കിലും പ്രവൃത്തിക്കോ മനുഷ്യനെ ജീവനുള്ളതാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ ജീവശ്വാസം ഊതിയപ്പോഴാണ് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി എഴുന്നേറ്റ് നിന്നത്. അപ്പോൾ നമ്മൾ സുവിശേഷത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കണ്ടു, കർത്താവിനെയാണ് ആ വചനം ദൈവത്തോടു കൂടിയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതും അവനിൽ ജീവൻ ഉണ്ടായിരുന്നെന്നും അവൻ വെളിച്ചമാണെന്നും പറയുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലെ ജീവനാണ് അവൻ്റെ വെളിച്ചമെന്ന് നമുക്ക് സദൃശവാക്യത്തിൽ കാണാം. അപ്പോൾ ഈ ജീവനാണ് കർത്താവ് നമ്മളിലേക്ക് ഊതിയിരിക്കുന്നത്. അപ്പോഴാണ് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നത്. എന്നാൽ അതിൻ്റെ 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, മനുഷ്യനെ സാത്താൻ തെറ്റിച്ചു കളയുന്നു, ദൈവത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തോടു കൂടെ ഇരുപ്പാനും ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തോടു കൂടെ സഹവസിക്കുവാനും വേണ്ടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ സാത്താൻ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കളയുന്നു. അപ്പോൾ ഈ സാത്താൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇസക്കിയേലിൻ്റെ പുസ്തകം 28-ാം അധ്യായത്തിൽ കാണാം. ഇസക്കിയേൽ 28-ൽ പറയുന്നു, ഈ സാത്താൻ ഒരു കെരൂബായിരുന്നു. ദൈവം കെരൂബുകളെ സൃഷ്ടിച്ചു. ദൈവം സാത്താനെ സൃഷ്ടിച്ചിട്ടില്ല, ബൈബിൾ അത് പറയുന്നില്ല. ദൈവം സൃഷ്ടിച്ചത് മാലാഖമാരെയാണ്. അപ്പോൾ ആ കെരൂബുകളിൽ 3 തരം കെരൂബുകളെ കുറിച്ചാണ് ഈ തിരുവചനം പറയുന്നത്. ഒന്ന് ലൂസിയേൽ അല്ലെ ലൂസിഫർ എന്ന് നാം വിളിക്കുന്ന, പിന്നീട് ഗബ്രിയേൽ എന്ന ആള്, പിന്നീട് നാം കാണുന്നു മിഖായേൽ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അവരെല്ലാം ഇതിൻ്റെ തലവന്മാരാണ്. അവരുടെ കീഴിൽ അനേക കെരൂബുകളും മാലാഖ വൃന്ദങ്ങളും ഉണ്ടെന്ന് നമുക്ക് ഈ ബൈബിളിൽ കാണാം. അപ്പോൾ ഈ ലൂസിയേൽ എന്ന് പറയുന്നവനെ ദൈവം അവിടെ സൃഷ്ടിച്ചത് ദൈവത്തിനെ ആരാധിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ അവനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവനെ മറ്റ് മാലാഖമാരെക്കാളും ഏറ്റവും മനോഹരമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. കാരണം ദൈവത്തിന് ആരാധിക്കുന്നവരെ ഇഷ്ടമാണ്. മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചത് ദൈവത്തെ ആരാധിക്കാനാണ്. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് 150-ാം സങ്കീർത്തനത്തിൽ
ദാവീദ് ആത്മാവിൽ ആരാധനയെക്കുറിച്ച് സംസാരിക്കുന്നു. എങ്ങനെയാണ് ആരാധിക്കേണ്ടത്? തപ്പുകൊട്ടി കൈത്താളങ്ങളോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയെക്കുറിച്ച് ദാവീദ് സംസാരിക്കുന്നു. അപ്പോൾ ദൈവത്തിന് ആരാധന വളരെ ഇഷ്ടമാണ്. ദൈവത്തിൻ്റെ മാലാഖമാർ സ്വർഗത്തിൽ ആരാധിക്കുന്നതിനെ പറ്റി വെളിപാട് പുസ്തകത്തിൽ നമ്മൾക്ക് കാണാം. അവർ സദാസമയവും എന്തു പറയുന്നു എന്നത് യോഹന്നാൻ കേട്ടിട്ട് വെളിപാട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. വന്നവനും വരുന്നവനും ഇരിക്കുന്നവനും ആയവൻ സർവശക്തനായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, അങ്ങനെ അനേക ആരാധന കാര്യങ്ങൾ പാട്ടോടുകൂടി അദ്ദേഹം കേട്ടതായിട്ട് വെളിപാട് പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ആരാധന. അപ്പോൾ ഈ ആരാധനയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചവനെ ദൈവം ഏറ്റവും മനോഹരനായി സൃഷ്ടിച്ചു. അത് നമ്മൾക്ക് ഈ എസെക്കിയേലിൻ്റെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ കാണാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: യഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാവുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. ആ താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്യരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം മുതലായവ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തുന്ന മറയ്ക്കുന്ന കേരൂബാകുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്ന് എണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ടു, രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ട് കളഞ്ഞു. അപ്പോൾ ഈ കെരൂബായ ദൈവം ആരാധനയ്ക്ക് സൃഷ്ടിച്ച ലൂസിയേൽ എന്ന് പറയുന്ന ആ കെരൂബ് അഹങ്കരിച്ചു. എങ്ങനെ അഹങ്കരിച്ചു? അത് നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൽ കാണാം. ആ കെരൂബിന് ഈ മഹത്വപൂർണമായ അവസ്ഥ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഈ കെരൂബ് പറയുവാൻ തുടങ്ങി. ഞാൻ അത് സംസാരിക്കുകയാണ്. അത് യെശയ്യാവിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യത്തിൽ കാണാം. കൃമികൾ നിനക്ക് പുതപ്പായിരിക്കുന്നു. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങളുടെ മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. അപ്പോൾ ഞാൻ ഇന്നത് ചെയ്യും, ഞാൻ ദൈവത്തിൻ്റെ മേലെ കയറും, ഞാൻ ദൈവത്തെക്കാൾ മേളിൽ കയറും. ഇങ്ങനെ ഇവൻ ദൈവത്തിന് മുകളിൽ കയറുവാൻ തക്കോണം ഞാൻ എന്ന് പറഞ്ഞവൻ ഗർവിച്ചപ്പോൾ അവനെ ദൈവം വെട്ടി നിലത്തിട്ട് കളഞ്ഞു. അങ്ങനെ ആണ് ഈ സാത്താൻ ഭൂമിയിലേക്ക് വരുന്നത്. അതുവരെ സാത്താൻ ഇല്ലായിരുന്നു. അപ്പോൾ ഇവൻ എവിടെയായിരുന്നു? ഏദനിലായിരുന്നു എന്നാണ് നാം കണ്ടത്. ഇവൻ ഏദനിലുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ഏദനിൽ ഇരിക്കുമ്പോഴാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനോടുകൂടെ എല്ലാ വൈകുന്നേരങ്ങളിലും എല്ലാ സമയങ്ങളിലും ദൈവം മനുഷ്യനോടുകൂടെ സംസാരിപ്പാൻ, കൂട്ടായ്മ ആചരിപ്പാൻ വരുമായിരുന്നെന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ദൈവമില്ലാത്ത സമയം നോക്കി ദൈവം മനുഷ്യർക്ക് വേണ്ടുന്ന ഇൻസ്ട്രക്ഷൻസ് മുഴുവൻ കൊടുത്തിരുന്നു. പക്ഷേ ദൈവമില്ലാത്ത സമയം നോക്കി അത് ഈ പിശാചിൻ്റെ വാക്കുകൾ കേട്ട്, അല്ലെങ്കിൽ പിശാച് ഒരു പാമ്പിലേക്ക് കയറി അതിൻ്റെ വാക്കുകൾ കേട്ട് കണ്ണ് മങ്ങി ഇവർ പാപം ചെയ്തു. അപ്പോൾ അനുസരണക്കേട് അവിടെ സംഭവിച്ചു. പലപ്പോഴും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച പോലെ മോഹമാണ് നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഒരു സംഭവം കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ ഗുണമുള്ളതും പ്രയോജനപ്രദമെന്ന് കണ്ടപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടിനെ മറന്ന് അവർ പാപം ചെയ്തു. അങ്ങനെ അവരും ദൈവസന്നിധിയിൽ നിന്ന് വേർപെട്ടുപോയി. ഇതാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ സംഭവിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം പറയുന്നു, തൻ്റെ പുത്രനെ ആദരിക്കാതെ കർത്താവ് ഈ ലോകത്തെ സ്നേഹിച്ചു. അത്രയ്ക്ക് ദൈവം ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം കർത്താവ് ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ഈ ലോകത്തിലുള്ള തൻ്റെ സൃഷ്ടിയെ, മനുഷ്യനെ ദൈവം അത്രത്തോളം സ്നേഹിച്ച് തൻ്റെ മകനെ തന്നെ ഈ പാപ പരിഹാരത്തിനായിട്ട് ബലിയായിട്ട് നൽകി. അപ്പം നാം ചോദിക്കും, എന്തിനാണ് പിന്നെ
പഴയ നിയമത്തിൽ ന്യായപ്രമാണം നൽകിയത്. ന്യായപ്രമാണം ഒരു നിഴലായിരുന്നു. കാരണം ആ നിയമങ്ങൾ കൊണ്ടുവന്നപ്പോഴാണ് മനുഷ്യന് മനസ്സിലായത് താൻ പാപം ചെയ്യുന്നുവെന്ന്. അപ്പോൾ പാപബോധം വരുവാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഈ ന്യായപ്രമാണം. അപ്പോൾ ആ പാപം ഇന്നത് ചെയ്തപ്പോൾ ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ അവരുടെ മുൻപിൽ പാപമില്ലായിരുന്നു. പാപം വന്നത് ന്യായപ്രമാണം കണ്ടതുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്, ദൈവത്തിൻ്റെ അതിര് ലംഘിക്കുന്നതൊക്കെയും പാപമാകുന്നു. അല്ലാതെ ഇന്ന കാര്യങ്ങൾ മാത്രമല്ല, എന്തെല്ലാം കാര്യങ്ങൾ ചെറുതായിട്ട് വലുതായിട്ട് ആ ദൈവം മുമ്പിൽ ചെറിയ പാപമെന്നോ വലിയ പാപമെന്നോ ഇല്ല. പാപം പാപമാണ്. കാരണം എവിടെ ദൈവത്തിൻ്റെ അതിര് ലംഘിക്കുന്നോ അത് പാപമാണ്. അപ്പോൾ അത് ന്യായപ്രമാണം വന്നപ്പോഴാണ് ജനം മനസ്സിലാക്കിയത്. അപ്പം ഈ ന്യായപ്രമാണത്തിലൂടെയും ദൈവത്തിൻ്റെ ഇടപെടലുകളുടെയും ദൈവം യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നും നമുക്ക് എങ്ങനെ ദൈവത്തിനോട് കൂട്ടായ്മ ആചരിക്കാമെന്നും നമ്മളെങ്ങനെ നമ്മളെ തന്നെ അതിനുവേണ്ടി ഒരുക്കണമെന്നും നാം തിരിച്ചറിയുവാൻ വേണ്ടിയാണ് ദൈവം ഇടപെടുന്നത്. അപ്പോൾ ഈ പഴയ നിയമങ്ങളിൽ അല്ലെങ്കിൽ ഈ അനേക സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മൾ കാണുമ്പോൾ ഈ കർത്താവ് ആരാണെന്ന് നമ്മൾ പഠിക്കുവാൻ, ഈ ദൈവത്തെ അറിയുവാൻ ദൈവം നമ്മൾക്ക് മുഖാന്തരങ്ങൾ ഒരുക്കുന്നതാണ്. കാരണം നാം സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെ സ്നേഹിക്കേണ്ട ഒരു വ്യക്തി ആരാണെന്ന് നാം തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ നാം മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് അവരോടൊപ്പം കൂട്ടായ്മ ആചരിക്കാൻ സാധിക്കുകയുള്ളൂ. അതേ സ്ഥാനത്ത് നമുക്ക് അവരെ അറിയുവാൻ അവർ അനുവദിക്കുന്നില്ല എങ്കിൽ, അല്ലെ അവർ ആരെന്ന് അറിയുവാൻ അവരെ നമ്മളുടെ മുൻപിൽ അവരാരെന്ന് അറിയുവാൻ അവരെ നമ്മളെ അനുവദിക്കുന്നില്ലെങ്കിൽ നമുക്കൊരിക്കലും അവരെ മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല. അപ്പോൾ ദൈവം അതുകൊണ്ട് തന്നെ ദൈവം ആരെന്നറിയുവാനും ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്നറിയുവാനും ദൈവത്തിന് നമ്മളെ കരുതുവാനും കാക്കാനും സകലത്തിൻ്റെയും അധിപനായ നമ്മുടെ പിതാവാണെന്ന് തിരിച്ചറിയിക്കുവാൻ വേണ്ടി അനേക സ്ഥലങ്ങളിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ദൈവം നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് കാലം തികഞ്ഞപ്പോൾ ദൈവം അയച്ചു. ഈ കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവം തന്നെയാണ്. ദൈവത്തിൻ്റെ പുത്രനായിട്ട് ഒരു മനുഷ്യ അവതാരമായിട്ട് മനുഷ്യനിൽ തന്നെ താഴ്ത്തിയ പിതാവാണ്. അപ്പോൾ ദൈവത്തിന് നമുക്ക് പറയാൻ ചോദിക്കും, ദൈവം ഒരാളല്ലേ, ആ ഒരാൾക്ക് എങ്ങനെ മൂന്നായിട്ട് മാറാൻ പറ്റും? അത് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. കാരണം ദൈവവും നമ്മൾ മനുഷ്യനുമാണ്. നമ്മുടെ ബുദ്ധിക്ക് അപര്യാപ്തമായ കാര്യമാണത്. അപ്പോൾ കർത്താവിൻ്റെ പിതാവായ ദൈവം തൻ്റെ തേജസ്സിനെ പുത്രനായിട്ട് ഭൂമിയിലേക്ക് അയച്ചു. അപ്പോൾ ആ കർത്താവിൻ്റെ പുത്രൻ ദൈവപുത്രൻ ഭൂമിയിൽ വന്ന് സ്വർഗം എന്താണെന്നും പിതാവ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും ഈ ജനത്തെ എങ്ങനെ കർത്താവ് ഈ പാപത്തിൽ നിന്ന് വിടുവിച്ച് ദൈവവുമായി മാനസാന്തരപ്പെടുത്തി കൊണ്ടുപോകാമെന്നും എല്ലാം പുത്രൻ പറഞ്ഞു പഠിപ്പിച്ചു. അവസാനം തൻ്റെ ജീവനെ തന്നെ ബലിയായിട്ട് കൊടുത്തു. എന്തിനാണ് കർത്താവ് തൻ്റെ ജീവനെ ബലിയായിട്ട് കൊടുത്തത്? കാരണം പഴയ നിയമത്തിൽ പാപം ആദം ചെയ്ത അന്നു മുതൽ ദൈവം അന്ന് തീരുമാനിച്ച പദ്ധതിയാണ് പുത്രനായ യേശു ക്രിസ്തു ആ ക്രൂശിൽ അത് ചെയ്തു തീർത്തത്. കാരണം അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ബലി കൊടുത്തിട്ടാണ്, മൃഗങ്ങളെ ബലി കൊടുത്തിട്ടാണ് പാപപരിഹാരത്തിനായിട്ട് നിന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ ദൈവം ഇത് എവിടുന്നാണ് അവർക്ക് ആ ബുദ്ധി കിട്ടിയത്? ദൈവം പറഞ്ഞു കൊടുത്താണ്. ആവർത്തന പുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലും സംഖ്യാപുസ്തകത്തിലെല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കർത്താവ് മോശയിലൂടെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ ദൈവം അത് ചെയ്തതെല്ലാം നിഴലായിട്ട് ചെയ്തതാണ്. വരുവാൻ പോകുന്ന പുത്രൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെ നിഴലായിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് ആ മനുഷ്യന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. പിന്നെ അനേക സ്ഥലങ്ങളിൽ അന്ന് പരിശുദ്ധാത്മാവ് വന്നു പോയിക്കൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് പല കാര്യങ്ങളും ആവശ്യ സമയങ്ങളിൽ പറയും. അങ്ങനെ അനേക പ്രവചനങ്ങൾ ഈ പുത്രൻ വരുന്നതിനെ പറ്റി ജനത്തെ ഒരുക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പറഞ്ഞു. പക്ഷേ മനുഷ്യൻ കൈക്കൊണ്ടില്ല. അതിനുശേഷം പുത്രൻ തമ്പുരാൻ ഭൂമിയിൽ കടന്നു വരികയും സുവിശേഷത്തിലൂടെ സ്വർഗസ്ഥനായ കർത്താവ് പറഞ്ഞ സുവിശേഷം മുഴുവനും സ്വർഗം എന്താണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നതായിരുന്നു കർത്താവിൻ്റെ സുവിശേഷം. ദൈവരാജ്യം സമീപിച്ചിരുന്നു എന്ന് പറയുകയും ദൈവരാജ്യം എന്താണെന്നും പിതാവ് ആരാണെന്നും പിതാവിൻ്റെ ഇഷ്ടം എന്താണെന്നും പുത്രൻ സംസാരിച്ചു കൊണ്ടേയിരുന്നു. പക്ഷെങ്കിൽ പുത്രൻ്റെ മുൻപിൽ വന്ന എല്ലാവരെയും സൗഖ്യം വേണ്ടവർക്ക് സൗഖ്യവും അത്ഭുതം വേണ്ടവർക്ക് അത്ഭുതവും അവർക്ക് വേണ്ടത് ആഹാരം വേണ്ടവർക്ക് ആഹാരവും കൊടുത്താണ് ദൈവപുത്രൻ അവരെ പരിപാലിച്ചത്. കാരണം
തമ്പുരാൻ കാണിച്ചു തരികയാണ് താൻ ആരാണ്. ഒരമ്മ തൻ്റെ ഈ യെശയ്യാവിൻ്റെ പുസ്തകം 66-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ തൻ്റെ മുഴങ്കാലിൽ ഇരുന്ന് ലാളിക്കുന്നത് പോലെ നിന്നെ ലാളിക്കുവാൻ ഞാൻ എത്ര വട്ടം ആഗ്രഹിച്ചു. അപ്പോൾ ദൈവത്തിന് നമ്മളെ സ്നേഹിക്കുവാനും ലാളിക്കുവാനും വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ജനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേങ്കിൽ നമ്മളതിന് അനുവദിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ നാം ചോദിക്കും, ഈ പിശാചിന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്ന് എസെക്കിയേൽ വായിക്കുന്നു. ജ്ഞാനസമ്പൂർണനാണ്, കഴിവുകളുണ്ട്, ലോകത്താർക്കുമില്ലാത്ത കഴിവുകളുള്ളവനാണ് ഈ പിശാച്. സൗന്ദര്യമുണ്ട്, അവനില്ലാത്തതൊന്നുമില്ല. അപ്പോൾ ഈ ദൈവം വെട്ടി താഴെയിട്ടപ്പോൾ ഇതെല്ലാം എടുത്തു കളഞ്ഞു. ദൈവം ഒരിക്കലൊന്ന് കൊടുത്താൽ ദൈവം അവരിൽ നിന്ന് തിരിച്ചെടുക്കില്ല. തിരിച്ചെടുക്കുന്ന മനുഷ്യ സ്വഭാവമാണ്, ദൈവ സ്വഭാവമല്ല. ബൈബിളിലുടനീളം നോക്കിയാൽ നമ്മൾക്ക് കാണാം, ദൈവം ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് കൊടുത്തതാണ്. ദൈവം ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ അത് കൊടുത്തതാണ്. ദൈവം അത് തിരിച്ചെടുക്കുന്നില്ല. പിശാചിന് കൊടുത്ത ഈ ഗുണങ്ങളൊന്നും ദൈവം തിരിച്ചെടുത്തതായിട്ട് ബൈബിളിലില്ല. അതുകൊണ്ടാണ് അവന് യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾക്ക് കാണാം, ദൈവപർവ്വതത്തിൽ കർത്താവിൻ്റെ പുത്രന്മാർ വരികയും പോവുകയും മാലാഖമാർ വരികയും പോവുകയും ചെയ്യുന്ന ആ സ്ഥാനത്ത്, ആ സിംഹാസനത്തിന് മുൻപിൽ പോലും കടന്നു ചെന്ന് ദൈവത്തോട് സംസാരിക്കുവാൻ അവന് അനുവാദമുണ്ട്. അവൻ സംസാരിക്കുന്നുണ്ട്, അനുവാദം ചോദിക്കുന്നുണ്ട്. അവൻ്റെ ഒരു സാധ്യതകളും ദൈവം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അവന് അവിടെ സ്ഥാനമില്ല, അത്ര മാത്രമേ ഉള്ളൂ. അവൻ ഈ ഭൂമിയിൽ അതുകൊണ്ട് തന്നെ ഞാൻ ദൈവസന്നിധിയിൽ കയറുമെന്നുള്ള അതേ വാശിയിൽ അവൻ നിൽക്കുന്നതുകൊണ്ട്, അവൻ പാപത്തിൽ വീണതുകൊണ്ടും ദൈവവുമായി അവൻ വേർപെട്ടതുകൊണ്ടും അവന് ദൈവവുമായി അടുക്കുന്ന സകലരോടും വെറുപ്പാണ്. അവൻ്റെ ഏറ്റവും വലിയ ശത്രു ദൈവമാണ്. അതുകൊണ്ട് തന്നെ അവൻ ആ ദൈവവുമായിട്ട് അടുക്കുന്നവരോട് എപ്പോഴും അകറ്റിക്കൊണ്ടേയിരിക്കും. അവൻ തന്ത്രങ്ങളിലൂടെയാണ് അകറ്റുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ പിശാച് ആരാണെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ നുണയനും നുണയൻ്റെ അപ്പനുമാണ് എന്നാണ് പറയുന്നത്. കാരണം അവന് ഭോഷ്കിലൂടെയാണ് സകല കാര്യങ്ങളും അവൻ നേടുന്നത്. അപ്പോൾ തന്ത്രത്തിലൂടെയാണ് പിശാച് എപ്പോഴും നമ്മളിൽ നുഴഞ്ഞു കയറുന്നത്. ഈ പാമ്പിനെ തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഹവ്വായെ പാമ്പ് വന്ന് ചതിച്ചു എന്ന് പറയുന്നതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ്റെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഈ പിശാചിൻ്റെ സ്വഭാവത്തെയാണ് കാണുന്നത്. നുഴഞ്ഞു കയറുന്നത്, അതായത് എവിടെയും ഒരു ചെറിയ സ്പേസ് കിട്ടിയാൽ മതി, അവനവിടെ കയറിയിരിക്കും. അപ്പം നമ്മുടെ ബുദ്ധി ചെറിയ സ്പേസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് അവനൊരു. അതുകൊണ്ടാണ് കർത്താവ് കയീനോട് പറയുന്നത്, പാപം നിൻ്റെ വാതുക്കൽ കിടക്കുന്നു. കയീൻ ഹാബേലിനെ കൊന്നു കഴിഞ്ഞിട്ട് നിൻ്റെ സഹോദരൻ എവിടെയെന്ന് കർത്താവ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ചോദിക്കുമ്പോൾ കർത്താവിനോട് കയീൻ എനിക്കറിഞ്ഞുകൂടാ, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് കയീനോട്, പാപം നിൻ്റെ വാതുക്കൽ കിടക്കുന്നു. കാരണം പാപം വാതിക്കൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നുഴഞ്ഞകത്ത് കയറാതിരിക്കുവാൻ നാം നമ്മുടെ വാതിലടച്ചിടുക എന്നുള്ളതാണ്, നാം സൂക്ഷിച്ചു കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ തറച്ച ശേഷം കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ കാണുകയും അവരോട് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ ഊതുകയും ചെയ്യുന്നതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. പരിശുദ്ധാത്മാവിനെ കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതിയെന്ന്. എന്നാൽ അപ്പോഴും പരിശുദ്ധാത്മാവ് സ്ഥിരമായി അവരുടെ മേൽ നിൽക്കുന്നതായിട്ട് നാം കാണുന്നില്ല. പഴയ നിയമത്തിലെ പോലെ പരിശുദ്ധാത്മാവ് ആവശ്യ സമയങ്ങളിൽ വന്നു പോകുന്നതായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ആരാണ്? ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ, പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തെ ആരാഞ്ഞറിയുന്നവൻ അവൻ്റെ ആത്മാവ് മാത്രമാണ്. നമ്മുടെ ഹൃദയത്തെ അറിയുന്നവൻ നമ്മുടെ ആത്മാവ് മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ഹൃദയത്തെ അറിയുന്നവൻ ദൈവത്തിൻ്റെ ആത്മാവ് മാത്രമാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ കടന്നു വരികയും ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളിൽ പൂർണ്ണമാക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. ഈ ദൈവത്തിൻ്റെ ആത്മാവിനെ ഊതിയതായിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിൽ നമ്മൾക്ക് കാണാം, കർത്താവ് ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നിട്ട് പറയണം, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട്. അപ്പോൾ കർത്താവ് ഒരുപാട് കൽപ്പനകളൊന്നും നമ്മൾക്ക് തന്നിട്ടില്ല. തന്ന കൽപ്പനകൾ വളരെ ചെറുതാണ്. അതിലൊരു വലിയ
വലിയ കൽപ്പനയാണ് ഈ ഒരു കാര്യം. നമ്മളൊരു കർത്താവിൻ്റെ ശിഷ്യരാണെങ്കിൽ, കർത്താവിൻ്റെ മക്കളാണെങ്കിൽ നമ്മൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നാം പോയി കർത്താവ് നമ്മളെ അറിയിച്ച സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കിക്കൊള്ളണം. അതിൻ്റെ അർത്ഥം അവർ അടുത്ത ആൾക്കാരോട് ഇതേ കാര്യം പറഞ്ഞ് കർത്താവിന് തൻ്റെ സന്തതിയെ കാണുവാൻ ഇടയാക്കണം. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ നാം കാണുന്നു. 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് പറയുകയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറയുന്നു. ശിഷ്യന്മാരോട് പറയണം, അപ്പോൾ പരിശുദ്ധാത്മാവ് വരുവാൻ നിങ്ങൾ കാത്തിരിക്കണമെന്ന് അവരോട് പറയുന്നു. അവർ അവിടെ മാളിക മുറിയിൽ കാത്തിരിക്കുന്നതായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 1-2 അധ്യായങ്ങളിൽ നമുക്ക് കാണാം. അങ്ങനെ 2-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ കാണുന്നു, പരിശുദ്ധാത്മാവ് ഒരു അഗ്നിജ്വാല പോലെ അവരുടെ മേൽ പ്രത്യക്ഷമാകുന്നു. അത് പ്രത്യക്ഷമാകുക മാത്രമല്ല, അവർ അന്യഭാഷകൾ, അതായത് അവർക്കറിയാൻ മേലാത്ത ഭൂമിയിലെ മറ്റ് ഭാഷകൾ അവർ സംസാരിക്കുവാൻ തുടങ്ങി. ആ ഭാഷകളിലൂടെ അവിടെ അന്ന് പെന്തിക്കോസ്ത് നാളായിരുന്നു. പെന്തിക്കോസ്ത് നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദന്മാരുടെ ആദ്യഫല പെരുന്നാളാണത്. ആ സമയത്ത് അവർ അനേക ആൾക്കാർ അനേക ഇടങ്ങളിൽ നിന്ന് അനേക ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പലരുടെ ഭാഷകളിൽ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് ഈ അപ്പോസ്തലന്മാർ സംസാരിച്ചു. ഇവർ സംസാരിച്ചത് മുഴുവനും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചായിരുന്നു. ഇത് കേട്ട് നിന്നവർ മാനസാന്തരപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അവിടെ 3000 പേര് മാനസാന്തരപ്പെടുന്നു അത് ഒരു വലിയ അത്ഭുതമായിരുന്നു അവിടെ സംഭവിച്ചത്. അപ്പോൾ ഈ അന്യഭാഷ എന്ന് പറയുന്നത് നമുക്ക് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പല പരിശുദ്ധാത്മാവിൻ്റെ പല ഗിഫ്റ്റുകളെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. അതിനകത്തെ ഒരു ഗിഫ്റ്റാണ് ഈ അന്യഭാഷകൾ സംസാരിക്കുക എന്ന് പറയുന്നത്. അതായത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഭാഷകൾ നമ്മൾ ആത്മാവിൽ സംസാരിക്കുന്നു. അത് നമുക്ക് മനസ്സിലാവത്തില്ല. ആ പരിശുദ്ധാത്മാവ് അത് മറ്റുള്ളവർ അത് കേൾക്കുവാനും അത് കേൾക്കുമ്പോൾ അത് ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്ക് വേണ്ടിയായിരിക്കും ദൈവം അങ്ങനെ സംസാരിക്കുന്നത്. പിന്നീട് ഈ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ ഈ അന്യഭാഷകളെ പറ്റി പറയുന്നുണ്ട്. അന്യഭാഷ എന്താണെന്ന് പറയുന്നുണ്ട്. അവിടെ 2 തരത്തിലുള്ള അന്യഭാഷകളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് ഈ അന്യഭാഷകൾ, അതായത് ശരിക്കും ഭൂമിയിലുള്ള ഭാഷകൾ തന്നെ, നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ഭാഷകൾ നമ്മൾ സംസാരിക്കുക ആത്മാവിൽ. പിന്നെ മറ്റൊന്ന് ഈ യെശയ്യാ പ്രവചനത്തിലുള്ളതുപോലെ വിക്കി സംസാരിക്കുന്ന, യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. വിക്കി ദൈവത്തോട് കേട്ടാൽ മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിക്കുന്ന ഒരു ജനം എഴുന്നേൽക്കും എന്നതിനെ പറ്റി യെശയ്യാ പ്രവാചകൻ പറയുന്ന 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം പറയുന്നു, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ല. അപ്പം തിരിച്ചറിയാത്ത ഒരു വിക്കി സംസാരിക്കുന്ന ഒരു ഭാഷയിൽ ദൈവാത്മാവ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ സംസാരിക്കും. അത് ദൈവത്തോട് മർമ്മങ്ങളെ സംസാരിക്കുന്നതാണ് എന്ന് പറയുന്നു. കാരണം കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ, നമ്മൾ ഹൃദയപൂർവ്വമാണത് ചെയ്യുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കും. എങ്ങനെ വസിക്കും? പരിശുദ്ധാത്മാവ് വന്നിട്ട് നാം ദൈവത്തിൻ്റെ ആത്മാവിനുള്ളിലേക്ക് നമ്മുടെ ആത്മാവ് പ്രവേശിക്കും. ഇത് നമ്മൾക്ക് 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ കാണാം. അവിടെ പറയുന്നു, ഈ ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും ഏകാത്മാവായി മാറുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ആത്മാവ് കയറും. അപ്പം നമ്മളിൽ വസിക്കുന്നവൻ പിന്നെ ദൈവത്തിൻ്റെ ആത്മാവാണ്. നമ്മൾ വിശുദ്ധിയിൽ എത്ര കാലം ജീവിക്കുന്നു അത്ര കാലം ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കും. നമ്മളെപ്പോൾ വിശുദ്ധി വെടിയുന്നോ, പാപത്തിനടിമപ്പെടുന്നു, അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഞരങ്ങിക്കൊണ്ട് നമ്മളെ വിട്ടുപോകും. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഞരങ്ങിക്കൊണ്ട് നമ്മളെ വിട്ടുപോകാൻ ഇടവരുത്തരുത്. ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ നമ്മുടെ ആത്മാവ് കയറിയിരിക്കുമ്പോഴാണ് നാം ദൈവത്തിലായിരിക്കുന്നത്. ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു, ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു, നിന്നിലുള്ളവൻ അവനേക്കാളും വലിയവൻ എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രവേശിക്കുന്ന ആ ഒരു മൊമെൻ്റാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആത്മാവിൽ ജനിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നത്. ആത്മാവിൽ ജനിക്കാത്തവൻ സ്വർഗരാജ്യം കാണുകയില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്. അപ്പോൾ ആത്മാവിൽ നാം ജനിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൽ നാം വീണ്ടും ജനനം പ്രാപിക്കുകയാണ്.
വീണ്ടും ജനനം പ്രാപിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനനം പ്രാപിക്കുന്നവന് ചില രീതികളിലൂടെയാണ് ദൈവത്തിൻ്റെ കൃപയിൽ ജീവിക്കേണ്ടതെന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: മാനസാന്തരപ്പെടുക. ആദ്യം മാനസാന്തരപ്പെട്ടിട്ട് പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം സ്നാനമേൽക്കുന്നു. അപ്പോൾ മാനസാന്തരപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞു കഴിയുമ്പോൾ, കർത്താവിൻ്റെ രക്തത്താൽ ക്ഷമ പ്രാപിച്ചു കഴിയുമ്പോൾ, നമ്മൾ കർത്താവിനെ വിശ്വസിക്കുന്നതുകൊണ്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് വസിക്കുവാൻ ഇടയാകും. നാം നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായിട്ട് നാം സ്നാനപ്പെടുന്നു. സ്നാനപ്പെട്ട ശേഷം നാം പരിശുദ്ധാത്മാവെന്ന ദാനം നമ്മൾക്ക് ലഭിക്കും. നമ്മുടെ ഉള്ളിൽ വീണ്ടും ജനനം പ്രാപിക്കുന്നു. വീണ്ടും ജനനം പ്രാപിച്ച ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം നാം ജീവിക്കണം. ഈ മാനസാന്തരത്തിൻ്റെ ഫലം, നാം മാനസാന്തരപ്പെട്ടു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് നാം ജീവിക്കണം. മാനസാന്തരപ്പെട്ടിട്ട് വീണ്ടും പഴയ പാപത്തിലേക്ക് മടങ്ങി പോകാൻ പാടില്ല. നാം പലപ്പോഴും അത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. നാം മാനസാന്തരപ്പെടുന്നുവെന്ന് പറയുകയും നാം വീണ്ടും അതേ പാപത്തിലാണ് നാം ജീവിക്കുന്നത്. അത് ദൈവവചനത്തോടും ദൈവപുത്രനോടും ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ്. എന്നിട്ട് പക്ഷെങ്കിൽ നമ്മൾക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് നമ്മൾക്ക് പാപബോധത്തെ തരും. ഒരിക്കലും പരിശുദ്ധാത്മാവ് കുറ്റബോധത്തെ തരത്തില്ല. കുറ്റബോധം നമ്മളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പിശാചിൽ നിന്ന് വരുന്നതാണ്. കാരണം കുറ്റബോധം ഒരു മനുഷ്യനെയും സഹായിക്കില്ല. കുറ്റബോധം നമ്മളെ അരിച്ചരിച്ചില്ലാതാക്കിയല്ലാതെ കുറ്റബോധം ഒരിക്കലും നമ്മളെ നന്നാക്കില്ല. എന്നാൽ പാപബോധം നമ്മൾക്ക് നന്നാവാനുള്ള വഴി തരും. നമുക്കൊരൊറ്റ വഴിയേ ഉള്ളൂ: കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് എപ്പം വേണമെങ്കിലും ഓടിച്ചെല്ലുക. നാം പാപിയാണെന്ന് ബോധ്യം വന്നാൽ, നാം പാപത്തിലിരിക്കുന്നുവെന്നോ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ നിമിഷം ആ പാപം ഉപേക്ഷിക്കുകയും കർത്താവിൻ്റെ രക്തം കൊണ്ട് കഴുകുകയും ദൈവപുത്രൻ്റെ പാദപീഠത്തിലേക്ക് മടങ്ങി ചെല്ലുകയും ചെയ്യുക. നമുക്ക് ഏത് സമയവും അത് ചെയ്യുവാനുള്ള അവകാശം കർത്താവ് തന്നിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും സമയം നമ്മുടെ ഹൃദയത്തിൽ കുറ്റബോധമാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ അത് പിശാചാണ്. അവനെ ശാസിക്കുക തന്നെ വേണം. പിന്നെ നാം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുക. ഉപദേശം എന്ന് പറയുന്നത് ഈ തിരുവചനമാണ്. ഈ തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുക. ആ ഉപദേശത്തിനെതിരായിട്ട് ആര് സംസാരിച്ചാലും ചെവി കൊടുക്കാതിരിക്കുക. കാരണം നാം ഇന്ന് ചെവി കൊടുത്താൽ നാളെ വീണ്ടും ചെവി കൊടുക്കും. മറ്റന്നാൾ നമ്മൾ ആ ദുരുപദേശത്തിലേക്ക് കടന്നു പോകാൻ ഇടയാവുകയും ചെയ്യും. എന്നിട്ട് പിന്നെ കൂട്ടായ്മ ആചരിക്കുക. ആരുമായിട്ട് കൂട്ടായ്മ ആചരിക്കണം? ഈ കർത്താവിൻ്റെ രക്ഷയിലേക്ക് കടന്നു വന്നവരുമായി കൂട്ടായ്മ ആചരിക്കണം. അല്ലാതെ നമുക്ക് തോന്നുന്നിടത്തൊക്കെ പോയി കൂട്ടായ്മ ആചരിച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പിശാചിന് നമ്മളെ വീഴിച്ചു കളയുവാൻ വളരെ എളുപ്പമാണ്. കാരണം ഈ ആത്മീയ നിലവാരത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് നാം ചില്ലറക്കാരനുമായിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. അവന് യുദ്ധം ഈ സേനകളുടെ എല്ലാം യുദ്ധം നമ്മളോടല്ല, ദൈവത്തോടാണ്. അപ്പോൾ ദൈവം നമ്മളിൽ വസിക്കുമ്പോൾ അവൻ പരോക്ഷമായി നമ്മളെ തകർത്ത് കളയുകയാണ്. നമ്മളെ തകർത്ത് കളയുമ്പോൾ അവൻ ദൈവം മുമ്പിൽ ജയിക്കുന്നു. അതിനു വേണ്ടിയാണ് അവൻ ഉന്നം വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കൂട്ടായ്മ അങ്ങനെയുള്ളവരുമായി തന്നെ, അതായത് കർത്താവിൻ്റെ രക്ഷയിൽ വന്നവരുമായി തന്നെ കൂട്ടായ്മ ആചരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ബലം പ്രാപിക്കും. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ ഒരു പുതിയ നിയമം നമുക്ക് തന്നു. കർത്താവ് പറഞ്ഞു, എൻ്റെ ശരീരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി നുറുക്കപ്പെടുന്നു, എൻ്റെ രക്തം ഞാൻ നിങ്ങളുടെ സൗഖ്യത്തിനായിട്ട് തരുന്നു. യെശയ്യാവ് 53 പ്രവാചകനിലൂടെ കർത്താവ് അനേക വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യമാണ് യേശു കർത്താവ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ആ പുതിയ നിയമത്തിൻ്റെ രക്തവും അപ്പവുമായ അവൻ്റെ ശരീരവും അവൻ്റെ രക്തവുമായിട്ട് ഓർമ്മിപ്പിക്കുന്ന അപ്പവും മീഞ്ഞും നുറുക്കി നാം ഈ കൂട്ടായ്മ ആചരിക്കണം. എന്താണെന്ന് വെച്ചാൽ, നാം വീണ്ടും പറയുകയാണ്, എൻ്റെ നിത്യമണവാളൻ കടന്നു വരുന്നത് വരെ ഞാൻ അവനെ തന്നെ ആശ്രയിച്ച് അനേകരെ ഈ സുവിശേഷം അറിയിച്ച് ജീവിപ്പിക്കുന്നത് നമ്മളെ തന്നെ ഒന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്, നമ്മളെ തന്നെ ഉറപ്പിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അടിസ്ഥാനത്തിലായിരിക്കണം നാം ജീവിക്കേണ്ടത്. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നമുക്ക് കാണാം, അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിൻ്റെ ഇടയിൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അവർ എല്ലാവരും ഏക മനസ്സോടെ ആയിരുന്നു ശലോമോൻ്റെ മണ്ഡപത്തിലേക്ക് പോയി. അപ്പോൾ അന്ന് ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് അവരിൽ വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. ഇന്ന് എന്തുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നില്ല? ചില സ്ഥലങ്ങളിലൊക്കെ സംഭവിക്കുന്നുണ്ട്. മനുഷ്യൻ ഈ അത്ഭുതത്തിൻ്റെ അടയാളത്തിൻ്റെ പിന്നാലെ കടന്നു പോകും. പക്ഷേ ഉപദേശമില്ലാതെ ഒരിക്കലും
അത്ഭുതത്തിൻ്റെ അടയാളത്തിൻ്റെയും പിന്നാലെ പോകരുത്. കാരണം ജ്ഞാനസമ്പൂർണനായ ഒരു കെരൂബാണ് പിശാചായിട്ട് മാറി നിൽക്കുന്നത്. അവന് ദൈവത്തിൻ്റെ സകല പദ്ധതികളും അറിയാം. ദൈവത്തിൻ്റെ സഭയിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നവനാണ്, ദൈവത്തോട് സംസാരിക്കുന്നവനാണ്. സ്വർഗത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യത്തിന് അവൻ എല്ലാത്തിനും സാക്ഷിയാണ്. അവന് നല്ലവണ്ണം അറിയാം ആരെ എങ്ങനെ വീഴിക്കണമെന്ന്. നമ്മൾക്കറിയാവുന്നതിനേക്കാളും വളരെ നമ്മൾക്ക് കർത്താവായ യേശു ക്രിസ്തുവും പിതാവായ ദൈവവും പരിശുദ്ധാത്മാവും പറഞ്ഞു തന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ ഇവൻ അങ്ങനെയല്ല, ഇവൻ സകലത്തിനും സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ അവന് കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഈ ഉപദേശമില്ലാത്തടത്ത്, ഈ തിരുവചനത്തിൻ്റെ ഉപദേശമില്ലാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളുടെയും പിന്നാലെ ഒരിക്കലും സഞ്ചരിക്കരുത്. അവിടെ ഉപദേശമുണ്ടെങ്കിൽ മാത്രമേ കടന്നു പോകാവുള്ളൂ. ഇല്ലെങ്കിൽ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ ഈ പിശാചിനെ കൊണ്ട് സാധിക്കും. ഇല്ലാത്തതുണ്ടാക്കുവാനും നന്മ കൊടുക്കുവാനും ഒക്കെ അവനെ കൊണ്ട് സാധിക്കും. പക്ഷേ അവൻ ചെയ്യുന്നതൊന്നും, അവൻ ഭോഷ്കിൻ്റെ അപ്പനായതുകൊണ്ട് അവൻ ചെയ്യുന്നതൊന്നും നിത്യമായിട്ടുള്ളതായിരിക്കത്തില്ല, അല്പകാലത്തേക്ക് ഉള്ളതായിരിക്കും. പിന്നെ സങ്കീർത്തകൻ പറയുന്നത് പോലെ അന്യദേവനെ അന്വേഷിക്കുന്നവൻ്റെ വേദന വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അന്യദേവനെ അന്വേഷിച്ചാൽ ഉള്ള ദോഷം ഇതാണ്, അവൻ്റെ വേദന വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നാം ഈ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുക. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു നടത്തുന്ന അനേക ദൈവമക്കൾ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നുണ്ട്. നാം ആ ഒരു അടിസ്ഥാനത്തിൽ മാത്രം നിൽക്കുക. ഒരിക്കലും അത്ഭുതത്തിൻ്റെ അടയാളത്തിൻ്റെയും മാത്രം പുറകെ പോകുവാൻ പാടില്ല. പിന്നെ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിലാണ് ആദ്യമായിട്ട് അന്ത്യോക്യയെ വെച്ച് ഈ കർത്താവിൻ്റെ അനുയായികളെ, കർത്താവിൻ്റെ ശിഷ്യന്മാരെ ക്രിസ്ത്യാനി എന്ന് വിളിച്ചത്. അത് നമുക്ക് 11-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ കാണാം. അവിടെ അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനി എന്ന പേര് ഉണ്ടാകുന്നത്. പിന്നെ കർത്താവിൻ്റെ മേശയെ പറ്റി സംസാരിച്ചല്ലോ. കൂട്ടായ്മ ആചരിക്കുമ്പോൾ അപ്പം നുറുക്കണം. അപ്പം നുറുക്കുമ്പോൾ നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയണം. ശുദ്ധിയോടും വെടിപ്പോടും കൂടെ മാത്രമേ ദൈവസന്നിധിയിൽ കടന്നു ചെന്ന് ആ അപ്പത്തിൽ പങ്കുകാരാകാൻ പാടുള്ളൂ. പക്ഷേ പലപ്പോഴും നാം മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം, 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 33 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾക്ക് കാണാം. അവിടെ പറയുന്ന ഇതാണ്, നമ്മൾ വലിയ പാപങ്ങളെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കുന്നത്. മോഷ്ടിച്ചോ അല്ലെ കൽപ്പനകൾ ലംഘിച്ചോ അങ്ങനെയുള്ള വലിയ പാപങ്ങളെക്കുറിച്ചാണ്. എന്നാൽ ഈ ഭാഗത്ത് പറയുന്നത് വലിയ പാപങ്ങളെക്കുറിച്ചല്ല, നമ്മുടെ സെൽഫിഷ്നെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് എനിക്ക് വേണ്ടി മാത്രം, മറ്റുള്ളവനെ കരുതാതെ ഉള്ള എൻ്റെ പ്രവർത്തികൾ, എൻ്റെ രീതികൾ, അതിനെപ്പറ്റിയാണ് അവിടെ സംസാരിക്കുന്നത്. ദൈവസന്നിധിയിൽ അത് വലിയൊരു വിഷയമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതായത് നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ മറ്റുള്ളവരെ കൂടെ കരുതുവാൻ നമ്മൾക്ക് ഇതുണ്ടാവണം. കരുതാതെ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ വളരെ സെൽഫിഷായിട്ട് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു പാപമായിട്ടാണ് കർത്താവ് ഇവിടെ സംസാരിക്കുന്നത്. ഇതിനെല്ലാം ശേഷം നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം എന്തിനാണ് തൻ്റെ പുത്രനെ അയച്ചത്? ശരിക്കും എന്തിനാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്? ഈ മനുഷ്യനെ സൃഷ്ടിച്ചു, പാപം ചെയ്തു. ആ പാപത്തിൽ നിന്ന് മനുഷ്യൻ വിടുവിച്ചില്ലേ? അവനെ ഇപ്പം കെരൂബ് പാപം ചെയ്തു, അവനെ വെട്ടിക്കളഞ്ഞു. അതുപോലെ മനുഷ്യനെ എന്തുകൊണ്ട് വെട്ടിക്കളഞ്ഞുകൂടായിരുന്നു? പക്ഷെ ദൈവത്തിന് വെട്ടിക്കളയാൻ സാധിക്കില്ല. കാരണം തൻ്റെ പുത്രൻ്റെ ജീവനാണ് ഓരോ മനുഷ്യനിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ കർത്താവ് ഈ മനുഷ്യനെ വളരെ സ്നേഹിച്ചു. അപ്പോൾ ഈ പുത്രൻ കടന്നു വന്ന് അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാൻ ക്ഷമിക്കും നിങ്ങളോട്. നിങ്ങളൊരു പാപം ചെയ്താൽ ഞാൻ ക്ഷമിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഞരക്കിപ്പിക്കരുത്, അവൻ ക്ഷമിക്കുകയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, പുത്രൻ്റെ ജീവനിൽ നമ്മളിൽ ഉള്ളത് കൊണ്ട് പുത്രൻ നമ്മളോട് ക്ഷമിക്കും. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവിന് ഞരക്കിയാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഒന്നും പറയില്ല. പക്ഷെ അത് വളരെ വലിയൊരു പാപമായിട്ട് പിതാവിൻ്റെ മുൻപിൽ അത് നിൽക്കും. അതുകൊണ്ടത് പാടില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലം എന്താണ്? അപ്പോൾ നമുക്ക് ഇങ്ങനെ കർത്താവ് നമ്മളെ ഇങ്ങനെ വീണ്ടെടുത്ത് കൊണ്ടുവന്നപ്പോൾ ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നുവെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുമ്പോൾ നമ്മൾ ആ ഫലം പുറപ്പെടുവിക്കണം. ആ ഫലം എന്താണ് എന്നുള്ളത് ഗലാത്യർ 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ കാണാം. അവിടെ പറയുന്നു, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അപ്പം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലങ്ങൾ ഇതാണ്. അതിൻ്റെ കാരണം എന്നാ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഫലം? കാരണം ഈ ആത്മാവിൻ്റെ ഫലം ഇതായതുകൊണ്ടാണ് അതുകൊണ്ടാണ് കാണുന്നത് റോമർ 14-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല,
നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നാം കേട്ടു. ആ 9 ഫലങ്ങൾ ആണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ആകത്തുകയാണ് ദൈവരാജ്യം എന്ന് പറയുന്നതെന്നാണ് റോമറുടെ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, റോമറുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ നമ്മളിൽ ജഡിക സ്വഭാവം, അതായത് ജഡിക സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ജഡത്തിന് വേണ്ടി, ഈ ഭൂമിക്ക് വേണ്ടിയുള്ള ജീവിതം, ഈ ഭൂമിയുടെ പ്രഭു ആരാണ്? പിശാചാണ്. അപ്പം പിശാചിൻ്റെ സന്തതികളായിട്ട് ജീവിക്കുന്നവൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്നുള്ളത് ഈ ഗലാത്യരിൽ മുഴുവനും പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഈ 5-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നു, ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്. അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ ജഡത്തിൻ്റെ ഓരോ പ്രവൃത്തികളും അതിൻ്റെ അവസാനം ഒരു മരണമാണ്, ഒരു കൊലപാതകമാണ്. ഒരു വ്യക്തിക്ക് ഒരു അസൂയ മുഴുത്താൽ അവർക്ക് മറ്റൊരാളെ കൊല്ലുവാൻ സാധിക്കും. ഒരു പക കൂടിയാൽ അവന് മറ്റൊരുവനെ നശിപ്പിക്കുവാൻ സാധിക്കും. ഒരു പിണക്കമുണ്ടായാൽ നശിപ്പിക്കും. ആഭിചാരം, വിഗ്രഹാരാധന, ഇതെല്ലാം നമ്മുടെ ആത്മാവിനെയും മറ്റുള്ളവൻ്റെ ആത്മാവിനെയും നശിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പിശാചെന്ന് പറയുന്നവൻ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അവൻ്റെ കൂട്ടാളികൾക്ക് അവൻ്റെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്വഭാവങ്ങളിൽ നമ്മളിൽ ഉണ്ടോ എന്ന് നാം പരിശോധിക്കുകയും ഉണ്ടെങ്കിൽ പരിശുദ്ധ യേശുക്രിസ്തുവിനോട് ഏറ്റുപറയുകയും യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുകയും നാം ഈ സ്വഭാവത്തിൽ നിന്ന് നമ്മെ തന്നെ പർപ്പസ്ഫുള്ളി നമ്മൾ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായി അതിൽ നിന്ന് മാറുകയും വേണം. കാരണം നാം ഒന്നിനോട് വേണ്ട, എനിക്ക് നിന്നെ വേണ്ട, എനിക്ക് പെട്ടെന്ന് മറ്റൊരാളോട് അസൂയ ഉണ്ടാകുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചറിയണം എനിക്ക് ആ സ്വഭാവമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ദൈവത്തോട് പറയണം, കർത്താവേ, എന്നിൽ ഇങ്ങനൊരു സ്വഭാവം ഞാൻ കാണുന്നു, ഞാനത് ഏറ്റു പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഇനി അതുണ്ടാകാൻ പാടില്ല, യേശുവിൻ്റെ രക്തം കൊണ്ട് എന്നെ കഴുകണമേ എന്ന് പറയുകയും പിന്നീട് മറ്റൊരാളെ കാണുമ്പോൾ നാം അസൂയപ്പെടാതെ അവനിലൊരു നന്മ കാണുമ്പോൾ നാം പർപ്പസ്ഫുള്ളി മനഃപൂർവ്വമായിട്ട് അതിന് ദൈവത്തോട് സ്തോത്രം പറയാൻ തുടങ്ങണം. പിശാചിനോട് എതിർത്ത് നിൽക്കുന്ന അങ്ങനെയാണ്. നാം മനഃപൂർവ്വമായിട്ട് അവൻ്റെ നന്മ കാണുമ്പോൾ കുശുമ്പ് വരുന്നതിന് പകരം ആ നന്മയെ കണ്ടിട്ട് ദൈവമേ അവനത് കൊടുത്തതിനായി സ്തോത്രം എന്ന് നമ്മൾക്ക് പറയുവാൻ കഴിയണം. നമ്മൾ 10 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് വലിയ ബുദ്ധിമുട്ടാണ് ചെയ്യുവാൻ. പക്ഷേ അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പിശാച് ആരും ഓടിക്കാതെ ഓടിപ്പോകും. അപ്പോൾ ഈ ജഡത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പിൻപിലെല്ലാം, ജഡിക സ്വഭാവത്തിൻ്റെ പിൻപിലെല്ലാം ഒരു ദുരാത്മാവ്, ഒരു ദുഷ്ടൻ, ഒരു പിശാച് നിൽപ്പുണ്ട്. അപ്പോൾ അവനെ നാം ഇങ്ങനെ ഓടിച്ചു കളയണം. ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളില്ലെങ്കിൽ നമ്മളതിനെ പരിശീലിപ്പിക്കണം, ദൈവത്തോട് ചോദിക്കണം, ദൈവത്തോട് പിടിച്ചു വാങ്ങണം. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ഇത് സാധിക്കത്തില്ല. നമ്മുടെ ജീവിതചര്യയായി മാറണം ഇത്. ഇതിൻ്റെ എല്ലാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ പദ്ധതി എന്തെന്ന് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 23-25 വാക്യങ്ങളിൽ പറയുന്നു. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഉള്ളവരെ തൻ്റെ വരവിങ്കൽ തൻ്റെ സകല വാഴ്ചകൾക്കും അധികാരത്തിനും നീക്കം വരുത്തിയിട്ട് ഈ രാജ്യത്തെ പിതാവിൻ്റെ പക്കൽ ഏൽപ്പിക്കും. അപ്പോൾ ക്രിസ്തുവിൻ്റെ പദ്ധതിയാണ് ഇത്. നമുക്ക് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ കാണാം. ക്രിസ്തുവിൻ്റെ പദ്ധതി ഇത്രയും ഉള്ളൂ, നമ്മളെ ശുദ്ധീകരിച്ച് നിർമ്മലരാക്കി പിതാവിന് യോഗ്യരാക്കി തീർത്തിട്ട് നമ്മളെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുക. ഇതാണ് കർത്താവിൻ്റെ പദ്ധതി. അപ്പോൾ ഈ പദ്ധതിക്കായിട്ട് നമ്മളെ ഒരുക്കുകയാണ് കർത്താവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നൊരു വേർഡ് ഇതാണ്, രാജ്യം പിതാവിൻ്റെ പാദപീഠത്തിൽ പിതാവിനെ ഏൽപ്പിക്കും, പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അപ്പോൾ ഈ രാജ്യം ആരാണ്? രാജ്യം നമ്മളാണ് എന്നുള്ളത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾക്ക് കാണാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്തിൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവരാകുന്നു. അപ്പോൾ പിതാവായ ദൈവത്തിന് വേണ്ടി നമ്മളെ തൻ്റെ രക്തത്തിൽ ശുദ്ധീകരിച്ചിട്ട് നമ്മളെ രാജ്യവും പുരോഹിതരുമാക്കി മാറ്റുകയാണ് കർത്താവായ യേശു ക്രിസ്തു ചെയ്യുന്നത്. അപ്പോൾ നാം കേട്ടു അതെന്തുകൊണ്ടാണ് പിതാവായ ദൈവത്തിന് നമ്മളെ രാജ്യമാക്കി മാറ്റുന്നത്. കാരണം ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതി, സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. അപ്പോൾ ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുന്നവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അവൻ പുറപ്പെടുവിച്ച് കഴിയുമ്പോൾ അവനിൽ എന്താണ്
എന്താണ് പിന്നെ വരുന്നത്? സമാധാനവും സന്തോഷവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും നീതിയുമാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ രാജ്യത്തെ പിതാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മൾ ആരാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കുക. നമ്മൾ ഈ കാണുന്ന വ്യക്തിയാണോ? എന്താണ് ഞാൻ വെറും ഒരു റെൻസി അല്ല. പിതാവായ ദൈവത്തിൻ്റെ ഒരു രാജ്യമാണ് ഞാൻ ചെറിയൊരു പുള്ളിയല്ല. അപ്പോൾ എന്നെ പിശാചിൽ നിന്ന് ഇപ്പം എനിക്ക് സ്വന്തമായിട്ടൊരു രാജ്യമുണ്ടെങ്കിൽ, ഇന്ത്യ മഹാരാജ്യം എൻ്റെ സ്വന്തമാണെങ്കിൽ, ഞാൻ അതിനെ എത്രത്തോളം ശത്രുവിൽ നിന്ന് സൂക്ഷിക്കും. ഓരോ നിമിഷവും ഞാൻ ജാഗരൂകരായിട്ട് നിൽക്കും. ഞാൻ അതിനുവേണ്ടി സൈന്യങ്ങളെ ഉണ്ടാക്കും. ഞാൻ അതിന് വേണ്ടുന്ന മതിൽ കെട്ടും. അതിനെ ഒരു വ്യക്തികൾക്കും ഒരു രാജ്യത്തിനും ഒരുത്തർക്കും അതിനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാവില്ല. ഞാൻ എപ്പോഴും ഉണ്ണാതെ ഉറങ്ങാതെ ഞാൻ കരുതലോടെ കാത്തിരിക്കും. എന്തിനാ? ഈ രാജ്യത്തെ ആരും അപഹരിച്ചു കൊണ്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം അത് എൻ്റെ രാജ്യമാണ്. അപ്പോൾ നമ്മൾ ആരാണ്? പിതാവായ ദൈവത്തിൻ്റെ രാജ്യമാണ്. അപ്പം നാം എത്രത്തോളം പിശാചിൽ നിന്ന് നമ്മളെ, ഈ രാജ്യത്തെ നാം സൂക്ഷിക്കണം. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പുസ്തകത്തിൽ നമ്മളോട് സംസാരിക്കുന്നത്. ഈ രാജ്യത്തെ അതേപോലെ സൂക്ഷിച്ച് യേശുക്രിസ്തു തൻ്റെ പിതാവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുവാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ രാജ്യത്തെ പിശാചിന് വിട്ടുകൊടുത്തിട്ട്, ഈ ഗലാത്യർ 5-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ജഡികൻ്റെ സകല സ്വഭാവങ്ങളും പിശാചെന്നിൽ നടമാടിക്കൊണ്ട് ഞാൻ ജീവിക്കുകയാണെങ്കിൽ, ഈ ഭൂമിയിലെ കാര്യം മാത്രം അന്വേഷിച്ച് ജീവിക്കുകയാണെങ്കിൽ, എൻ്റെ രാജ്യത്തെ പിശാച് പിച്ച് ചീന്തി കളഞ്ഞിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ അവന് ഈ രാജ്യത്തെ എടുത്ത് പിതാവിന് കൊടുക്കുവാൻ കഴിയില്ല. പിന്നെ ഈ രാജ്യം എവിടെ പോകും? അതാണ് കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ കർത്താവ് ഉപമയിലൂടെ പറഞ്ഞത്. ഒരു മനുഷ്യൻ തൻ്റെ മകൻ്റെ കല്യാണത്തിന് ക്ഷണിച്ചു. ആ കല്യാണ വേഷമില്ലാഞ്ഞവനെ ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞു എന്ന് പറയുന്ന പോലെ നിത്യമായ ഇരുട്ടിലേക്ക് നമ്മളെ തള്ളിക്കളയും. കാരണം ദൈവത്തിന് ഉപയോഗപ്പെടാത്ത സാധനത്തിന് ദൈവത്തിന് എന്തിനാണ് കൊണ്ടുപോകുന്നത്? ദൈവം അതിനെ ഇരുട്ടിലേക്ക് തള്ളിക്കളയും. ആ ഇരുട്ടിലേക്ക് തള്ളിക്കളയുന്ന കൂട്ടരാരൊക്കെയാണെന്ന് വെളിപ്പാട് പുസ്തകം അവസാന അധ്യായം, അതായത് 22-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം പറയുന്നു. അവിടെ പറയുകയാണ്, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകരും ബിംബാരാധികളും ബോഷ്കിന് പ്രിയപ്പെടുന്നവരും അതിനെ പ്രവർത്തിക്കുന്നവരേവനും പുറത്ത് തന്നെ. അപ്പോൾ ഈ ബോഷ്കിന് പ്രിയപ്പെടുക എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക്, അത് ഈ ഭൂമിയിലെ സകല ജഡിക സ്വഭാവങ്ങൾക്കും ഈ ഭൂമിയോടുള്ള ആർത്തിക്കും അത്യാഗ്രഹത്തിനും സകലതിനെ ഉൾക്കൊള്ളുന്ന ഒരൊറ്റ വാക്കാണത്. അതിൻ്റെ പര്യായ പദങ്ങൾ എഴുതാൻ പോയാൽ ഈ പുസ്തകം തീരില്ല. കാരണം നാം അനുദിനം ചെയ്യുന്നതും കാണുന്നതും അറിയുന്നതും മോഹിക്കുന്നതും എല്ലാം അതിൽപ്പെടും. അപ്പോൾ നമ്മൾ ഈ രാജ്യത്തെ നമ്മൾ അറിയേണ്ടത് ഇതാണ്: ഞാൻ ആരാണ്? ഞാൻ എൻ്റെ കർത്താവ് ദൈവത്തിൻ്റെ രാജ്യമാണ്. ദൈവത്തിൻ്റെ പുത്രൻ കടന്നു വരികയും ഈ രാജ്യത്തെ പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്തോട് എനിക്ക് വലിയൊരു ഉത്തരവാദിത്തമാണുള്ളത്. മാത്രമല്ല, ഇതുപോലെ ചിതറിപ്പോയ രാജ്യത്തെ എനിക്ക് കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമുണ്ട്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ഞാൻ പിതാവിൻ്റെ ആദ്യജാതനായി മാറിയിരിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ കർത്താവിൽ ഞാൻ വീണ്ടും ജനിക്കുകയും കർത്താവിൻ്റെ ആദ്യജാതനായി മാറുകയും ചെയ്യുമ്പോൾ എൻ്റെ പിതാവിൻ്റെ അണ്ടറിലുള്ള മറ്റ് രാജ്യങ്ങൾ ചിതറിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് ആദ്യജാതനായ എൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ എൻ്റെ ഉത്തരവാദിത്തം എത്ര വലുതാണ് എന്ന് നാം തിരിച്ചറിയുക. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ തിരുവചനത്തെ ഫോളോ ചെയ്യേണ്ടത്. ഈ തിരുവചനത്തെ മാത്രം ഫോളോ ചെയ്യേണ്ടത്. ഇതിനു വേണ്ടിയാണ് നാം ഈ ഉപദേശത്തെ അന്വേഷിക്കേണ്ടത്. ഇതിനു വേണ്ടിയാണ് നാം ഈ ഉപദേശത്തെ സ്വീകരിക്കുകയും ഈ ഉപദേശത്തിൽ നടക്കുകയും ചെയ്യേണ്ടത്. ഇവിടെ ചോദ്യങ്ങളല്ല, അനുസരണമാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഇത്രയും പറയുവാൻ, ഇതിപ്പം നീണ്ട ഒരു മെസ്സേജായിപ്പോയി. പക്ഷെ അത് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം നാം എന്താണെന്നും നാം എന്താണ് ചെയ്യുന്നതെന്നും തിരിച്ചറിയാതെ നമുക്കൊരിക്കലും നേരായ വഴിയിൽ നടക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനെയും കർത്താവിനെയും ഞരക്കുന്ന വിഷയങ്ങൾ എന്താണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. മർക്കോസ് 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, 11-12 വാക്യങ്ങളിൽ പറയുന്നു, പരീശന്മാർ വന്ന് യേശുവിനെ പരീക്ഷിക്കേണ്ടതിന് ആകാശത്തു നിന്ന് ഒരു അടയാളം അന്വേഷിച്ചു, അവനുമായി തർക്കിച്ചു. അപ്പോൾ
അവൻ ആത്മാവിൽ ഞരങ്ങി. അതായത് കർത്താവിൻ്റെ ആത്മാവിന് ഞരക്കമുണ്ടായതിൻ്റെ കാരണം ഇവർ അടയാളം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഈ പ്രവാചകന്മാരിലൂടെ സകല പ്രവചനങ്ങൾ പറഞ്ഞിട്ടും ദൈവം എന്തെല്ലാം ചെയ്തിട്ടും ഏതെല്ലാം വചനം കൊടുത്തിട്ടും അവർ വിശ്വസിക്കായികയാലാണ് അവൻ്റെ ഹൃദയം ഞരങ്ങി. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഞരങ്ങുന്നത് ഇവിടെ യേശുക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. കർത്താവിനെ നോവിച്ചാൽ കർത്താവ് ക്ഷമിക്കും, പരിശുദ്ധാത്മാവിനെ നോവിച്ചാൽ അത് ക്ഷമിക്കപ്പെടില്ല എന്ന് പറയുന്നുണ്ട്. ഇത് എഫേസ്യരുടെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 30-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പിനാണ് മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവും നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന വിഷയങ്ങൾ എന്താണ്? നമ്മൾ കർത്താവിനെ സ്വീകരിക്കുകയും കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുകയും നമ്മൾ ഇത് മനസ്സിലാക്കാതെ മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം കായ്ക്കുവാൻ അനുവദിക്കാതെ നാം ജഡത്തിൻ്റെ സ്വഭാവത്തിൽ തുടർന്ന് ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് ഞരങ്ങും. നമ്മുടെ എല്ലാ ജഡിക സ്വഭാവങ്ങളായ ഈ കയ്പും ദൂഷണവും ക്രോധവും കുറ്റാരവും ഇതെല്ലാം നമ്മൾ നമ്മുടെ ശരീരത്തിലൂടെ പുറപ്പെടുവിക്കുമ്പോൾ, നമ്മൾ പാപത്തിലേക്ക് കാല് ചുവട് വെക്കുമ്പോൾ അവസാന നിമിഷം വരെയും നമ്മൾ തീർത്തും നഷ്ടപ്പെടുന്നത് വരെയും പരിശുദ്ധാത്മാവ് നമ്മളോട് വാദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അവൻ സദാകാലവും വാദിക്കില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, വിശുദ്ധിയിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് ഈ അശുദ്ധിയുടെ ഇടയിലിരുന്ന് ഞരങ്ങപ്പെടുന്ന ഒരനുഭവം ഉണ്ടാകും. ആ ഞരക്കം നമുക്ക് ദോഷം ചെയ്യും. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങൾ, പാപങ്ങളൊക്കെയാണ് നമ്മളിൽ ശാപങ്ങളായി മാറുന്നത്. അത് ഈ ശാപമായി മാറുന്നത് കർത്താവ് പ്രത്യേകിച്ച് ശപിച്ചതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ അവനെ ഞരങ്ങിപ്പിക്കുവാനുള്ള കാരണങ്ങൾ നമ്മളുടെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ എല്ലാ ജഡിക സ്വഭാവങ്ങളും എല്ലാറ്റിലും ഉപരിയായി കർത്താവായ യേശു ക്രിസ്തുവിനെയും പിതാവായ ദൈവത്തെയും തള്ളിപ്പറയുന്ന സ്വഭാവങ്ങളും പ്രവൃത്തികളും വചനവിരോധവും എല്ലാം ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണ്. നമ്മൾക്ക് പറയാം, നമ്മൾക്ക് ഈ കർത്താവിൻ്റെ വചനം വായിച്ചിട്ട് നമുക്ക് തന്നെ അറിയാം എന്തെല്ലാം കാര്യങ്ങൾ ദൈവത്തിനെതിരായിട്ടുള്ള സകലതും ഇരുളിൻ്റെ കൂട്ടായ്മയോടുകൂടി നാം നടക്കുന്ന സകലതും ദൈവത്തിൻ്റെ ആത്മാവിനെ ഞരക്കുന്നതാണ്. അപ്പോൾ ഇത്രയും ഭാഗം സംസാരിക്കുവാൻ ദൈവം അനുവദിച്ചതിനായി സ്തോത്രം. ബാക്കി നമുക്ക് ഇനി തുടർന്ന് ഈ വചനം വായിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ ഈ വചനം ഫോളോ ചെയ്യുവാൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.